ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നാണ് 16,000-ലധികം സ്ത്രീകളെ ഒരേ സമയം വിവാഹം ചെയ്ത സംഭവം. എന്തായിരുന്നു അതിന്റെ യഥാർത്ഥ കാരണം? ആ കഥയുടെ ധാർമ്മികമായ വശം നമുക്ക് നോക്കാം. പ്രാഗ്ജ്യോതിഷപുരം എന്ന രാജ്യത്തിലെ ക്രൂരനായ അസുരനായിരുന്നു നരകാസുരൻ. അവൻ തന്റെ ശക്തിയാൽ ദേവന്മാരെയും രാജാക്കന്മാരെയും പരാജയപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും സുന്ദരികളായ രാജകുമാരിമാരെയും സ്ത്രീകളെയും അവൻ തടവിലാക്കി. ഈ രാജകുമാരിമാർ ഏകദേശം 16,000-ലധികം ഉണ്ടായിരുന്നു. അവരെ നരകാസുരൻ കടുത്ത പീഡനങ്ങളോടെ തന്റെ കൊട്ടാരത്തിലെ ഇരുട്ടറകളിൽ പാർപ്പിച്ചു. അവർക്ക് ആഹാരം പോലും നൽകിയിരുന്നില്ല. അവരുടെ ഏക പ്രതീക്ഷ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ മാത്രമായിരുന്നു. ഒടുവിൽ നരകാസുരന്റെ ക്രൂരത സഹിക്കവയ്യാതെ ഭൂമിദേവി കൃഷ്ണനെ അഭയം പ്രാപിച്ചു. കൃഷ്ണൻ സത്യഭാമയോടൊപ്പം നരകാസുരന്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. ഭഗവാന്റെ ശക്തിക്ക് മുന്നിൽ നരകാസുരന്റെ സൈന്യം പരാജയപ്പെട്ടു. കൃഷ്ണൻ ആ അസുരനെ വധിച്ചു. വിജയശ്രീലാളിതനായ കൃഷ്ണൻ ആ 16,000-ലധികം രാജകുമാരിമാരെയും മോചിപ്പിച്ചു. എന്നാൽ അവർ സന്തോഷിച്ചില്ല. അവർ കരഞ്ഞുകൊണ്ട് കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, ഈ ദുഷ്ടനായ അസുരൻ തടവിലാക്കിയതിനാൽ ഞങ്ങൾ ഇനി സമൂഹത്തിനു മുന്നിൽ അപമാനിതരാകും. ആരും ഞങ്ങളെ ഭാര്യമാരായി സ്വീകരിക്കില്ല. ഞങ്ങളുടെ ജീവിതം അവസാനിച്ചു. ഇവിടെയാണ് ഭഗവാന്റെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത്. ആ സ്ത്രീകളുടെ ദുരിതം കണ്ടറിഞ്ഞ കൃഷ്ണൻ അവർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം ലഭിക്കുന്നതിനുവേണ്ടി എല്ലാവരെയും ഒരേ സമയം വിവാഹം കഴിച്ചു. ധർമ്മത്തെയും സ്ത്രീകളുടെ മാനത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ആ മഹത്തായ ത്യാഗം. കൃഷ്ണന്റെ ഓരോ പ്രവൃത്തിക്ക് പിന്നിലും ധർമ്മത്തിന്റെ ഒരു പാഠമുണ്ട്. അവിടുത്തെ ലീലകൾ വെറും നേരമ്പോക്കുകളല്ല, അത് ലോകത്തിനായുള്ള സന്ദേശങ്ങളാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ.